ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദാ ഫ്ലവറിറ്റ് തോമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിന്റെ പേര്, ദാ ഫോൺ നമ്പർ 813750 എന്ന് കൃത്യമായിട്ടും ആ ഒരു ഫോൺ നമ്പറുമുണ്ട്, ടോക്കൺ നമ്പറുമുണ്ട്. എന്തിനാണ് നിങ്ങൾ സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ഞാനും രേണുവിന്റെ കൊള്ളരുതായ്മകളൊക്കെ എന്താ പറയാ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു രോഗിയുടെ രോഗവിവരം വന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞപ്പോൾ അതല്ല എന്ന് ചിത്രീകരിക്കുന്നു. പിന്നെ അവരത് തെളിയിക്കാൻ വേണ്ടി അവരുടെ എന്താ പറയാ മരുന്ന് മേടിച്ച ലിസ്റ്റുകളെല്ലാം കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ അത് മൊത്തം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കുറെ CBIമാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്താണിത്? നിനക്കൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്റെ കമന്റ് ബോക്സിലും വന്നിട്ട് കുറെ പേര് ഇട്ടിരുന്നു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ അകത്തും വന്നിട്ട് പലരും പറയുകയാണ് ആ മരുന്ന് മേടിച്ച ഡേറ്റ് 2001 പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? പിന്നെ പലരും വീഡിയോ ഇട്ടിരിക്കുന്നു. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന അവരുടെ ചേട്ടത്തി രണ്ട് സൈഡും ഇങ്ങനെ മറച്ചു പിടിച്ചാണ് ഇട്ടിരിക്കുന്നത്. ആ ബില്ല് എഡിറ്റ് ചെയ്ത ബില്ലാണ്. അതിൻ്റെ അകത്ത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന പേരെഴുതിയിരിക്കുന്നത് വരെ എഡിറ്റഡ് ആണ്. അത് എന്താ പറയുക, ആ ഫോണ്ട് ഇച്ചിരി വലിയ രീതിയിലാക്കി എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതിൻ്റെ അകത്ത് ആ ബില്ലിന്റെ പൂർണ്ണ രൂപവും അതോടൊപ്പം തന്നെ ആ മെഡിസിനും കാണിക്കുന്നുണ്ട്. പലരും പറയുന്നുണ്ട് ഞാൻ ആ മെഡിസിന്റെ MRP പറഞ്ഞിരുന്നല്ലോ, അതായത് ആ 2,57,000 രൂപയോളം ആകുമെന്ന്. അപ്പൊ അത് എന്തിനങ്ങനെ പറഞ്ഞു? അത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ പിന്നെ ബില്ലിന്റെ അകത്ത് 2 ലക്ഷം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ജനങ്ങളെ ഓരോരുത്തർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള വിവരം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല മക്കളെ, എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ മുമ്പ് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് വിമർശിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇന്ന് ഈ രേണു ആ രോഗത്തിന്റെ അതിമൂർധന്യ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അന്നേരവും ഇതുപോലെ ഇട്ട് ക്രൂശിക്കുന്നതും ഇതുപോലെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുമായാലും രേണുവിന്റെ സഹോദരി ആദ്യം ആ ബില്ല് കാണിച്ചത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവർ ഇന്നലെ വന്ന് അവരുടെ വീഡിയോയിലൂടെ അവർ പറയാൻ ശ്രമിച്ചു, ഞങ്ങൾ ഇത്രയും രൂപയുടെ മെഡിസിനാണ് ഉപയോഗിക്കുന്നത്, ഇവർ 2 ലക്ഷം രൂപയുടെ മെഡിസിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വോയിസ് വന്നപ്പോഴാണ് ഇവർ ഇതെടുത്ത് കാണിക്കേണ്ടതായിട്ട് വന്നത്. ആ കുടുംബത്തിന്റെ നിസ്സഹായാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അന്നേരം അവർ എടുത്ത് കാണിച്ച സമയത്ത് ഈ പറയുന്ന രേണുവിന്റെ സഹോദരി 2 സൈഡ് ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, അവർക്ക് അറിയില്ല അത് ഇങ്ങനെ കാണിക്കണമെന്നുണ്ടായിരുന്നത്. അവര് എടുത്ത് കാണിച്ചു, ഉടനെ അതായി വിഷയം. ഇവിടെ ഈ രേണുവിന്റെ സഹോദരി കാണിച്ച ഈ ബില്ലിന്റെ അകത്ത് ഒരു ഡേറ്റ് ആണ് ഇവരെടുത്ത് ചർച്ച ചെയ്യുന്നത്. അത് മാത്രമല്ല രേഷ്മയുടെ പേരും എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ അകത്ത് ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13/11/2001. ഈ ഡേറ്റ് ആണ് വ്യാജമാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അത് മാത്രമല്ല തങ്കച്ചന്റെ ബില്ലാണ് എന്ന രീതിയിലൊക്കെ ഇതിനെ ചിത്രീകരിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അതിനകത്ത് DL നമ്പർ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഡ്രഗ് ലൈസൻസ് എന്ന് പറഞ്ഞാണ് ഈ DL എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, അത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. 21/2001 413/21/2001 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ ഡേറ്റ് വിവരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഒന്നുമല്ല. പിന്നെ ഈ പറയുന്ന മെഡിസിൻ മേടിച്ചിരിക്കുന്ന ഡേറ്റ് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. 9/7/2026. അതായത് കീമോ അവർക്ക് 10-ാം തീയതി ആയിരുന്നു. ഇവർ പോയി 9-ാം തീയതി പോയി മരുന്ന് മേടിക്കുന്നു. ഈ മരുന്ന് മേടിച്ചത് എവിടെ നിന്നുള്ളതിന്റെ ആ ബില്ലിന്റെ അകത്ത് തന്നെയുണ്ട്. SIT ഹോസ്പിറ്റൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം 695011 ഫോൺ നമ്പർ സഹിതമുണ്ട്. സംശയമുള്ളവർക്ക് നീയൊക്കെ അങ്ങ് വിളിച്ച് ചോദിക്കേ. ഓക്കെ, ഇനി അടുത്ത ആ ബിൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് ബിൽ നമ്പർ ഉണ്ട്, കണ്ടോ? അതിന്റെ അകത്ത് ബിൽ നമ്പർ 120250/2026/27 ഡേറ്റ് അത് അവിടെ കൊടുത്തിട്ടുണ്ട്. 2026-2027 വർഷം. പേഷ്യന്റിന്റെ നെയിം രേഷ്മ പി തങ്കച്ചൻ, 34 വയസ്സ് എന്ന് പറഞ്ഞുകൊണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദാ ഫ്ലവറിറ്റ് തോമസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറിന്റെ പേര്, ദാ ഫോൺ നമ്പർ 813750 എന്ന് കൃത്യമായിട്ടും ആ ഒരു ഫോൺ നമ്പറുമുണ്ട്, ടോക്കൺ നമ്പറുമുണ്ട്. എന്തിനാണ് നിങ്ങൾ സത്യത്തിൽ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, ഞാനും രേണുവിന്റെ കൊള്ളരുതായ്മകളൊക്കെ എന്താ പറയാ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇത് ഇച്ചിരി ഓവറാണ്. ഇച്ചിരി നല്ല ഒത്തിരി ഓവറാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിസിന്റെ MRP എന്തുകൊണ്ട് കാണിച്ചില്ല, ഇവർക്ക് എന്തുകൊണ്ട് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്തത് ഈ പറയുന്ന മെഡിസിന്റെ MRP നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. ഇത് നിങ്ങൾ കണ്ടു നോക്കുക. ഇതാണ് ആ മെഡിസിൻ. അവർ പറഞ്ഞ ആ മെഡിസിന്റെ പിന്നെ ആ കവറാണിത്. ആ കവറിന്റെ തൊട്ട് താഴെയായിട്ട് MRP എഴുതിയിരിക്കുന്നത് കണ്ടോ? 2,57,000
207 എന്ന് പറഞ്ഞുകൊണ്ട് ആ MRP. ഓക്കെ, ഇത് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു. അതോടൊപ്പം തന്നെ മെയിൻ സ്ട്രീം ചാനലുകാരും ഇതെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു 2,54,57,000 രൂപയാണെന്ന്. അതും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലവുമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? മെഡിസിന്റെ വില അത്രയുമല്ലേ? 2,57,000 അല്ലേ? ആണ്. പിന്നെ ഇവർക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടിയതാണത്. ഈ ബില്ലിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. MRP ടോട്ടൽ സെയിം 2,57,207 MRP. അതിന്റെ തൊട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾ കണ്ടോ? 2,02,628 രൂപ 50 പൈസ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ യു സേവ് എന്ന് പറഞ്ഞുകൊണ്ട് 54,578.28 പൈസ സേവ്ഡ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഡേറ്റ് അറിയണോ? GST നമ്പർ അറിയണോ? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഇവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു ബില്ല് എടുത്ത് കാണിച്ചാൽ പോലും അതിന്റെ അകത്തുനിന്നും പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കി പല തെറ്റിദ്ധാരണകളും ജനങ്ങളിലേക്ക് ഇട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അവർ വളരെ കൃത്യമായിട്ട് അവരുടെ ദയനീയത കൊണ്ടാണ് ആ മെഡിസിൻ ഒക്കെ എടുത്തുകൊണ്ട് കാണിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ബില്ല് പൊക്കി കാണിച്ചത്. ആ ബില്ല് പൊക്കി കാണിച്ചപ്പോഴും അതിന്റെ അകത്തുനിന്നും എന്താ പറയുന്നത് 2001 എന്ന് കണ്ടപ്പോൾ അത് പഴയ ബില്ലെടുത്ത് കാണിച്ചു. തങ്കച്ചന്റെ ബില്ലാണ് എടുത്ത് കാണിച്ചത്. പിന്നെ 2.5 ലക്ഷം രൂപയാണ് ഇവർ പറഞ്ഞത്. ഇവരുടെ മരുന്നിന്റെ MRP പറഞ്ഞിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് 2 ലക്ഷം കാണിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവിടെ ഈ പറയുന്ന SIT ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഷോപ്പിൽ ഇവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതാണ് ആ ലൈസൻസിന്റെ ആ നമ്പറൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അവിടെ പോയി മേടിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 28% 35% വന്നാണ്ട് അവർക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതുകൊണ്ടാണ് ആ മരുന്ന് അവിടെ പോയി മേടിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് 54,000 സംതിങ് രൂപ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ അവർക്ക് ഇങ്ങനത്തെ ഒരു രോഗമില്ല, ഇങ്ങനത്തെ ഒരു മെഡിസിൻ അവർ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ 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 മോശം രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ പലരും പറയുന്ന പോലെ തന്നെ ഇവർക്ക് രോഗമില്ല, ഇവരെന്തിനാണ് 2 ലക്ഷം രൂപയുടെ മരുന്ന് എടുക്കുന്നത് എന്നൊക്കെ ഓരോ ചോദ്യമാണ്. അവരുടെ രോഗം അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെന്താണ് മെഡിസിൻ എടുക്കുന്നതെന്ന് അവർ കൃത്യമായിട്ട് കാണിച്ചു തന്നു. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്താണിത്? അവര് ജീവിക്കട്ടെ. അവരിനിയും ജീവന് വേണ്ടി അവർ മല്ലിടുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനോട് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നു, അവർ ജീവന് വേണ്ടി മല്ലിടുന്ന ഒരാളാണ് ഇപ്പോൾ. അത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയും അത്രമാത്രം രോഗത്താൽ എന്താ പറയുക ബുദ്ധിമുട്ടിക്കൂടാണ് അവർ കടന്നു പോകുന്നത്. അപ്പോഴും ഈ പറയുന്ന ബില്ലെടുത്ത് കാണിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക്, പേരിന്റെ അകത്ത് മിസ്റ്റേക്ക്. എന്തേ? പഴയ ബില്ലിൽ ചിലപ്പോൾ അന്ന് അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ പറയുന്ന ഫോണ്ട് ഇച്ചിരി പിന്നെ ദൊടുതാക്കി കാണിച്ചില്ല, പ്രൊജക്ട് ചെയ്ത് കാണിച്ചിട്ടില്ലായിരിക്കാം. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ അതൊന്ന് ഫോണ്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അതിനൊക്കെ ഇപ്പൊ എന്താ തെറ്റ്? ഉടനെ അതൊക്കെ എഡിറ്റ് ചെയ്ത രീതിയിൽ ആക്കി പറയുന്നതൊക്കെ എന്താണിത്? വളരെ മോശമാണ്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഇപ്പൊ അവരെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് കാണിക്കേണ്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നെന്ന് പറയുമ്പോൾ കഷ്ടം. ഇനി നിങ്ങൾ പറയുമായിരിക്കും, ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയും ഞാൻ മറുകണ്ഠം ചാടി ഞാനിപ്പോ അവരെ വെളുപ്പിക്കാൻ നടക്കുകയാണ്, നീ വല്ല അവർക്ക് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവാം. അതൊക്കെ എന്നിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഞാൻ പറയും. ഇവിടെ ഈ പറയുന്ന പലരുടെയും വോയിസ് ഇട്ടുകൊണ്ട് ഈ ക്യാൻസർ രോഗികൾക്കൊന്നും പൈസയെ ചെലവാകത്തില്ല, അവർക്കൊന്നും ഇത്രയും പൈസ ഒന്നും ആകത്തില്ല എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുമ്പോൾ അത് തെറ്റാണ്. പലർക്കും പല രീതിയിലാണ് ക്യാൻസർ രോഗം ഉണ്ടാകുന്നത്. അവരുടെയൊക്കെ സ്റ്റേജുകൾ വ്യത്യസ്തമാണ്. ഒരു ഡയബറ്റിക് പേഷ്യന്റിന് പോലും അവരുടെ ഡയബറ്റിക് പോലും പല രീതിയിലാണ്. അതൊക്കെ പല രീതിയിലാണ് അവർ മരുന്നെടുക്കുന്നത്. ഇതൊന്നും അറിയാതെ പലതും വെച്ച് കാച്ചുന്നുണ്ട്. പിന്നെ മഞ്ഞക്കാർഡ്, ചുമന്ന കാർഡ്, ഈ കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പദ്ധതിയിലൂടെ അവർക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല, ആ കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവരിപ്പം മേടിക്കുന്നത് 2 ലക്ഷം രൂപയുടെ മരുന്നാണ്. 2.5 ലക്ഷം രൂപയാണ് MRP. ആ 2 ലക്ഷം രൂപയുടെ മരുന്നാണ് അവര് കുത്തിവെക്കുന്നത്. രാവിലെ അവര് തലേദിവസം പോയി ആ മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ മരുന്നും കൊണ്ടാണ് കീമോയ്ക്ക് പോകുന്നത്. ഇന്നലെ ഈ വെള്ളിയാഴ്ച അവർ കീമോയ്ക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. വന്നപ്പോഴാണ് അവരെയും കൊണ്ട് ആ ഒരു വീഡിയോ ഇടിയിപ്പിച്ചത്. ഇതൊന്നും നിങ്ങളോട് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പം കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങോട്ട് ചൂട് കയറി വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും